കൊല്ലത്ത് ദേശീയപാത നിർമ്മാണത്തിൽ ഉയരപാതയിൽ വിള്ളൽ രൂപമുണ്ടു. കാവനാട് അൽത്തറമൂട് ഉയരപാതയിൽ പാർശ്വഭിത്തിയോട് ചേർന്നാണ് റോഡിൽ വിള്ളൽ കണ്ടെത്തിയത്. ശക്തമായ മഴ തുടർന്നാൽ മണ്ണിടിച്ചിലിന് സാധ്യതയേറും. ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ശിവാലയ കൺസ്ട്രക്ഷൻസ് നടക്കുന്ന അവരുടെ ആ റീച്ചിൽപ്പെട്ട കാവനാട് ആൽത്തറമൂട് ജംഗ്ഷനിലെ ആ ഒരു ഹൈവേയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഞാൻ ഈ നിൽക്കുന്നത്. അതിൻ്റെ വലത് സൈഡ് നമുക്കിവിടെ വളരെ വ്യക്തമായി കാണാം. ഇവിടുന്ന് വിണ്ട് കീറിയിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു 100-150 മീറ്റർ നീളത്തിൽ അങ്ങോട്ടേക്ക് കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഈ റോഡിൻ്റെ ഇടതുവശത്തും ഇതേപോലെ തന്നെ 100 മീറ്റർ മാറിയിട്ടുണ്ട്. ഏത് സമയത്തും അപകടം സംഭവിക്കാം. താഴേക്ക് നിരവധി വാഹനങ്ങൾ, അത് ബൈക്ക് ഉൾപ്പെടെ അതിലെ ഇരുചക്ര വാഹനങ്ങളും അതുപോലെ വളരെ വീതി കുറഞ്ഞ സർവീസ് റോഡ് കൂടിയാണ്. അതിലെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചാൽ, ഇതെല്ലാം കൂടെ ഈ സൈഡ് വാൾ ഉൾപ്പെടെ ഇടിഞ്ഞു പോയാൽ അത് ആളപായമുണ്ടാകും, ജീവഹാനി സംഭവിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചില്ലെങ്കിൽ വലിയൊരു വിപത്തിലേക്കായിരിക്കും ഇത് കൊണ്ടുപോകുക. ഇത് കൊല്ലം ബൈപ്പാസ് തുടങ്ങുന്ന ഭാഗമാണ് ആൽത്തറമൂട് ജംഗ്ഷൻ. ഇവിടെ സ്ഥിരമായിട്ട് ഒരു 2 മാസം മുമ്പും ഈ ഭാഗത്ത് ഒരു 20 മീറ്ററോളം ഇടിഞ്ഞ് താണ് ഫുൾ വർക്ക് തീർന്നതിന് ശേഷമാണ് ഇടിഞ്ഞു താഴ്ന്നത്. അത് അന്ന് കളക്ടറെടുത്തും കൗൺസിലറെടുത്തും എല്ലാവരും 2 സൈഡിലുണ്ട്. അത് ഈ സൈഡ് ഫുള്ളായിട്ട് ഇടിഞ്ഞു പോയതായിരുന്നു. അത് അവർ വീണ്ടും റീവർക്ക് ചെയ്തിട്ടാണ് ഈ രീതിയിലാക്കിയത്. പക്ഷേ വീണ്ടും അവിടെ തന്നെ അത്രയും അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഇടിഞ്ഞിരിക്കുകയാണ് കാണുന്നത്. ഇപ്പം നേരെ നോക്കിയാൽ തന്നെ ഇപ്പോൾ പ്രകടമായിട്ട് തന്നെ കാണാം ആ വ്യത്യാസം എന്താണെന്ന്. ഇത് നിർമ്മാണത്തിലുള്ള അപാകതകൾ എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. 2 മാസം മുമ്പ് ഇതേ കണക്കാൻ ഇവർ ആറിവാളിനത് ചെറുതായിട്ടൊരു ബൾജ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കളക്ടറെ ഉൾപ്പെടെ അത് ഇൻഫോം ചെയ്ത് ശിവാലയ കമ്പനി ഇൻഫോം ചെയ്ത് അവർ വന്ന് ഈ ഫില്ല് ചെയ്തേക്കുന്ന മണ്ണ് മൊത്തം മാറ്റി ആറിവാൾ രണ്ടാമത് റീസെറ്റ് ചെയ്യുക ചെയ്ത്. അതേ സെയിം സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസം പെയ്ത മഴയ്ക്കകത്താണ് ഈ വിള്ളൽ സംഭവിച്ചത്. അവർ ഇൻഫോം ചെയ്ത് അവർ വന്ന് വിള്ളലുള്ള ഭാഗങ്ങളിൽ കുറച്ച് ടാർ ഒഴിച്ചിട്ട് പോയതും അല്ലാതെ വേറൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷേ അവർ ഒഴിച്ച ഭാഗം കൂടാതെ 25 മീറ്ററോളം പിന്നെയും വിള്ളൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മഴവെള്ളം ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ആറിവാൾ ഒന്നുകൂടെ പ്രസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചത് കൺഫേമാണ് ചേട്ടാ. മയിലക്കടക്കം സംഭവിച്ചാണെങ്കിൽ വലിയൊരു ദുരന്തത്തിലൂടെ ആയിരിക്കും ഇത് പോകാൻ പോകുന്നത്. നാട്ടുകാർ പലവട്ടം ഇതിൻ്റെ നിർമ്മാണം നടക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇവർ പറഞ്ഞതുപോലെ പരാതി നൽകിയതാണ്. ആ പരാതി അവർ കേട്ടു ഇല്ലെന്ന് പറയാൻ കഴിയില്ല. വീണ്ടും ഇവിടെ റീവർക്ക് ചെയ്തു. പക്ഷേ ഇതേ കണ്ടില്ലേ, വീണ്ടും വിണ്ട് കയറി. ആ സ്ഥലത്ത് ആരും കാണാതിരിക്കാൻ വേണ്ടി കുറേ താറ് ഉരുക്കി ഇവിടെ ഒഴിച്ച് വെച്ചേക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ എന്ത് നിരുത്തരവാദപരമായിട്ടുള്ള ഒരു നിർമ്മാണ രീതിയാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മനുഷ്യരുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. കോടികൾ ഇതിനകത്ത് വരുമാനം ഈ കമ്പനികൾക്ക് ഉണ്ടാകാം. പക്ഷേ ഇത് ഭാവി തലമുറയ്ക്ക് കൂടി വേണ്ടിയുള്ളതാണ്. 100-150 വർഷമെങ്കിലും ഈ റോഡൊക്കെ നിലനിൽക്കണമെന്നുള്ളതാണ് ഏതൊരു നിർമ്മാണത്തിലേക്ക് പോകുമ്പോൾ ഒരു ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നടക്കുന്നത് മറ്റൊന്നും. ഏത് സമയത്തും ഇവിടെ ഒരു വൻ ദുരന്തത്തിനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.